ഭയം വെടിഞ്ഞ് എതിരാളിക്കൊരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30. ഇതിലെ കാണുന്ന പോലെയാണ് ഗിരി എപ്പോഴും മഞ്ജുവിനെ പേടിപ്പിച്ച് ഉറപ്പിച്ച് വെക്കുന്ന ഒരു കഥാപാത്രം ഭയങ്കര പാടാണ് എനിക്ക്. ഞാൻ ബേസിക്കലി ഞാനൊരു പാവവും ഒരു സാധുവാണ്. സ്വാതി സെറ്റില് ശരിക്കുള്ള സ്വാതി എങ്ങനെയാണ്? പേടിയില്ല. ഇതുപോലെ ഈ confidence അട്ടഹാസം കേൾക്കും. സ്വാതിക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് ഈ കോസ്റ്റ്യൂം കയറി കഴിഞ്ഞാൽ രാത്രി വരെ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണ്ട. ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഓടി തളർന്ന് വരാൻ നേരത്തെ സ്വാതിയാണ്. യൂണിഫോം ഒരു ജോഡി അത്രേ ഉള്ളെന്നാണ്. അതിൽ തന്നെ വീട്ടിൽ പോയി അതിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരും. കാരണം പാവം ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലവനായ ഉണ്ണിയും ദുഷ്ടനായ ഒരു ക്രൂരൻ ക്യാരക്ടറും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്നാൽ വളരെ ബോൾഡായിട്ട് വളരെ റഫായിട്ടുള്ള നല്ലവനായ ഉണ്ണി. ഇതിനകത്ത് സ്റ്റണ്ടോ ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു? അല്ലല്ല, നമ്മൾ ഫുൾ മാസമാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ കൈ കാണിച്ചാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഇതിപ്പം പക്ക ഒരു പോലീസ് ഓഫീസർ അല്ല, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ മഞ്ജു അല്ല. മഞ്ജുവിന്റെ ബേസിക് ഒരു സ്വഭാവമേ പേടിയാണ്. അതാണ് ഇതിന്റെ മെയിൻ തീം. ഞാൻ പറഞ്ഞു, ആ പേടിക്ക് കുറെ കാരണങ്ങളുണ്ട്. മെയ് 6 മുതൽ 8:30 നമ്മുടെ സ്വന്തം സൂര്യ TV-യിൽ എല്ലാ ദിവസവും കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ടും ഒരു പാവം ഗുണ്ടഗിരിയായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. സൂര്യ TV-യിൽ ഏറ്റവും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സീരിയലിന്റെ വിശേഷങ്ങൾ പറയാൻ ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് സൂര്യ TV-യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിലെ കോൺസ്റ്റബിൾ മഞ്ജു ആൻഡ് റൗഡി ഗിരിയാണ്. ലെറ്റ്സ് വെൽക്കം സ്വാതി ആൻഡ് ജോൺ ചേട്ടൻ. ഹായ്. അപ്പം പുതിയ സീരിയൽ തുടങ്ങാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ നിങ്ങൾ? ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാണുമല്ലോ അല്ലേ? ഒരു 20 എപ്പിസോഡ്സിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് സ്വാതി ഈ ഒരു കോൺസ്റ്റബിൾ മഞ്ജു ഒരു പോലീസുകാരിയുടെ വേഷം ആദ്യമായിട്ടാണ് അല്ലേ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ചെയ്തു തുടങ്ങിയിട്ട്? ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി. എന്തൊക്കെ ചേഞ്ചസ് ആണ് സ്വാതി കൊണ്ടുവരേണ്ടി വന്നത്? ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അപ്പിയറൻസിലുള്ള ചേഞ്ച് തന്നെയാണ് മെയിൻ ചേഞ്ച്. ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു യൂണിഫോം ഗെറ്റപ്പിലൊക്കെ വരുന്നത്. അപ്പം മലയാളത്തിൽ അങ്ങനത്തെ റെയർ ആണല്ലോ യൂണിഫോം സംഭവം. അപ്പം അതാണ് എന്നെ കൂടുതൽ ഇതിലോട്ട് അട്രാക്ട് ചെയ്തതും. അപ്പം വന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ ഒരു 25 എപ്പിസോഡ്സ് ഞങ്ങളിപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നെക്സ്റ്റ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ജോൺ ചേട്ടനിലോട്ട് വരുമ്പം ഒരു റൗഡി ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ വന്ന് ഇരുന്നപ്പോൾ മീശയൊക്കെ പിരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ? ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ഗുണ്ട കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നത്. നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു റഫ് ക്യാരക്ടർ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. അതാണ് ഇതിലെ ഗിരി എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പം ഇതിലെ കാണുന്ന പോലെയാണ് ഗിരി എപ്പോഴും മഞ്ജുവിനെ പേടിപ്പിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രം. ഭയങ്കര പാടാണ് എനിക്ക്. ഞാൻ ബേസിക്കലി സ്വാതിക്കൊക്കെ അറിയാം. കാരണം ഞാൻ ബേസിക്കലി വളരെ പാവവും ഒരു സാധുവാണ്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒരു റഫ് ക്യാരക്ടർ പിടിച്ചത്. സ്വാതിയുടെ ചിരിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന്. സ്വാതി പറയൂ, എങ്ങനെയാണ് ചേട്ടൻ സെറ്റിലും ക്യാരക്ടർ, അതായത് ക്യാരക്ടർ ആകാൻ വേണ്ടി ഒരുപാട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജോബിന്റെ ഒരു പാട്ട് പോലെ. അല്ലാതെ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫ്രീ ആണ്. ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആയി, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് ഈ സീരിയലിൽ മെയിൻ ആയിട്ടുള്ളത്. കാരണം നിങ്ങൾ ഈ ഒരു കോ ആക്ടേഴ്സ് ആകുമ്പോൾ അതും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബോണ്ടിങ് വരും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? നമ്മുടെ പൂജ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തതിന്റെ പൂജയുടെ അന്നാണ്. ഞങ്ങൾ അതിന് മുന്നേ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് പൂജയുടെ അന്ന് കണ്ടു, അന്ന് ജസ്റ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോ അങ്ങനെ ഡെയിലി പിന്നെ കാണുകയാണല്ലോ. ഞങ്ങൾക്ക് 15-20 ഡേയ്സ് ഷൂട്ട് ഉണ്ടാവും. അതിൽ മിക്ക ദിവസവും ഞങ്ങൾക്ക് ഒരുമിച്ച് ഷൂട്ട് ഉണ്ടാവും. അങ്ങനെ കണ്ട് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ സ്റ്റൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടിരുന്നു, പ്രൊമോയിൽ. അപ്പം അതൊക്കെ ചെയ്തപ്പം അതൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ. അപ്പൊ ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? സ്റ്റണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഇത് സ്റ്റണ്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മൂവ്മെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മാസ്റ്റർ വന്ന് ആ ടൈമിൽ നമ്മളെ ട്രെയിൻ ചെയ്യിക്കും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ സീരിയലിൽ സ്റ്റണ്ട് വരുമോ എന്നുള്ളത് ഫ്യൂച്ചറിലായിരിക്കാം. കാരണം എൻ്റെ ക്യാരക്ടർ കുറച്ച് പേടിയുള്ള ഒരു പോലീസ് ഓഫീസറാണ്, പേടിയുള്ള ഒരു പോലീസുകാരിയാണ് മഞ്ജു. അപ്പോൾ മഞ്ജുവിൻ്റെ കഥ
അങ്ങനെ പേടി വരാൻ മഞ്ജുവിന് കുറേ റീസൺസ് ഉണ്ട്, സ്പെസിഫിക് റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് മഞ്ജുവിന് അങ്ങനെ ഒരു പേടി വരുന്നത്. അതാണ് ഇതിന്റെ സ്റ്റോറിയുടെ മെയിൻ തീം. അപ്പൊ ഗിരി ഗുണ്ട എന്ന് പറഞ്ഞാലും വെറുതെ ഗുണ്ടല്ല, ഗുണ്ടയ്ക്ക് റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നുള്ളത്. അത് കാത്തിരുന്ന് കാണുക എന്നായിരിക്കും. ജോൺ ചേട്ടാ, അപ്പം ഈ മഞ്ജു എന്ന് പറയുന്നത് കുറച്ച് പേടിയൊക്കെ ഉള്ള കാറ്റഗറിയിലാണ്. സ്വാതി സെറ്റില് ശരിക്കുള്ള സ്വാതി എങ്ങനെയാണ്? പേടിയില്ല. ഇതുപോലെ ഇത് കുറച്ച് ഈ confidence അട്ടഹാസം കുറവാണ്. കേൾക്കുമ്പോൾ അട്ടഹാസം കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഭയങ്കര കോൺഫിഡൻറ്റും വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. ഞാൻ പരിചയപ്പെട്ട ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളിലും വളരെ കോൺഫിഡൻറ്റും ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരു സീരിയൽ സെറ്റ് ആകുമ്പം അവിടെ ഇഷ്ടം പോലെ ഫണ്ണി മൊമെന്റ്സ്, ചിലപ്പം ഇടയ്ക്ക് ഡയറക്ടർ വർക്കൊക്കെ പറയാറുണ്ടോ? അത് പക്ഷെ എന്താ, സിനിമയിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഫണ്ണി മൊമെന്റ്സ് കിട്ടും. ഈ സീരിയലിലുള്ള ഫണ്ണി മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് വീണ്ടും അങ്ങനെയുള്ള കുറച്ച് ബ്രേക്കുകളെ ഉണ്ടാവുള്ളൂ. ടൈം വളരെ കുറവാണല്ലോ. ഐ മീൻ ഷൂട്ടിംഗ് ടൈം ഭയങ്കര കൂടുതലും റിലാക്സിംഗ് ടൈം വളരെ കുറവായിരിക്കും. മോർണിംഗ് തൊട്ട് നൈറ്റ് 9:30 വരെ നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് ഇല്ലാതെ ചിലപ്പോൾ ഒരു സീനിലൊക്കെ നമ്മൾ ഭാഗ്യത്തിനില്ലാതെ വരും. നമ്മുടെ പ്രാർത്ഥന അതാണ്, ആ സീനിൽ ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ മാക്സിമം ചില്ല് ചെയ്യാറുണ്ട്. പക്ഷെ അതിനുള്ള സമയം വളരെ കുറവാണ്. ഓക്കെ, ഒരു ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫ്, കോൺസ്റ്റബിൾ മഞ്ജുവിൽ ഒരു സെറ്റ് ഡേ, ഒരു ഷൂട്ട് ഡേ എന്ന് പറഞ്ഞാൽ സ്വാതി എന്ത് പറയും? എനിക്ക് ആക്ച്വലി ഭയങ്കര ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ക്യാരക്ടറിനോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് ആ ജോലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ സെറ്റ് കംപ്ലീറ്റ്ലി എപ്പോഴും ഫണ്ണിയാണ്. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം ഏതെങ്കിലും IAS നമ്മൾ സിനിമയിൽ കാണത്തില്ല, നയൻതാര പോലീസ് ആയിട്ട് വരുന്നു, അങ്ങനെ വാണി വിശ്വനാഥ് പോലീസ് ആയിട്ട് വരുന്നു. അപ്പം ആരെങ്കിലും റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇത് റെഫറൻസ് എടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല ഇത്. ഇതിപ്പം പക്ക ഒരു പോലീസ് ഓഫീസർ അല്ല, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ മഞ്ജു അല്ല. മഞ്ജുവിൻ്റെ ബേസിക് ഒരു സ്വഭാവമേ പേടിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ തീം. ഞാൻ പറഞ്ഞു, ആ പേടിക്ക് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് റെഫറൻസ് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, ഇതിലെനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എടുത്താൽ പോലും എനിക്ക് വാണി മാം ആണ് അങ്ങനെ ആ ഒരു അറ്റയറിൽ നിൽക്കുമ്പോൾ എനിക്ക് മലയാളം ആ ഒരു ഇതിൽ ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് യൂണിഫോം ഇട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. ഏറ്റവും കൂടുതൽ തോന്നിയതും ഇതിനകത്തോട്ട് വരാനുള്ള റീസണും അത് തന്നെയാണ്. അപ്പം ഇത് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ മേക്കപ്പ് കുറവ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വരുന്നുണ്ടോ? മേക്കപ്പ് പൊതുവേ ഈ ക്യാരക്ടറിന് കുറവാണ്. വളരെ നാച്ചുറൽ ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പോലീസ് ഓഫീസർ ആകുമ്പോൾ വേറെ അധികം ഒരു സംഭവം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണീർ ടൈപ്പ് അല്ല. അപ്പം ഭയങ്കര ഹെവി ഓർണമെന്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. മഞ്ജു വീട്ടിലും സിമ്പിളാണ്, യൂണിഫോമിലും അല്ലാതെയും മഞ്ജു സിമ്പിൾ ആണ്. ചേട്ടാ, ഒരു നമ്മൾ അവിടെ ടേക്സ് ഒരുപാട് പോവാറുണ്ടായിരിക്കുമല്ലോ, മാക്സിമം എത്ര ടേക്ക് ആയിരിക്കും പോയിട്ടുള്ളത്, ഓർമ്മയുണ്ടോ? അങ്ങനെ അധികം ടേക്ക് എല്ലാം ഫസ്റ്റ് ടേക്കിൽ റെഡി ആക്കുന്ന ആൾക്കാരാണോ? ഒന്നാമത്തെ കാര്യം, ടു ബി വെരി ഓണസ്റ്റ്, സീരിയലിൽ നമുക്ക് ടൈം ആണ് മുഖ്യം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇത്ര മിനിറ്റ്സ് ഫുട്ടേജ് കൊടുക്കാൻ പറ്റണം. അത് എല്ലാവരും കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു എഫേർട്ടാണ്. ഇപ്പം ഡയറക്ടോറിയൽ സൈഡിലാണെങ്കിലും ക്യാമറാമാനും ഫോക്കസ് പുള്ളറും ആർട്ടിസ്റ്റും ലൈറ്റും എല്ലാം ഒരുമിച്ച് വന്ന് പെട്ടെന്ന് അത് ഒരുമിച്ച് ഒരു ജോബ് ചെയ്ത് ഇത്രയും സീൻസ് തീർക്കാന്നുള്ളതാണ് അതിനകത്ത് വരിക. അപ്പോൾ നമ്മൾ ശരിക്കും സീനൊക്കെ വായിക്കും, നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ സീനോറിനെ വായിച്ച് കേൾക്കുക. നമുക്ക് അത് കഴിയാൻ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു മേ ബി ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു 2-3 ടേക്ക് ചിലപ്പോൾ. ഒരു സെറ്റിലെ മെമ്മോറബിൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്ത് പറയും? ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളെ കഴിഞ്ഞിട്ടുള്ളൂ, സോ ടിൽ നൗ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? അത്രയും ഷെഡ്യൂൾസ് ഒന്നും ആയില്ല, നമുക്ക് പ്രൊമോ ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ഒരു സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തത് പ്രൊമോ തന്നെയായിരിക്കും. You are under arrest. ഓയ് മഞ്ജു മാഡം, ഗിരിയോടാ കളി? മതി സ്വപ്നം കണ്ടത്. ഭയം വെടിഞ്ഞ് എതിരാളിക്കൊരു പോരാളിയാവാൻ ഇവൾക്ക് കഴിയുമോ? കോൺസ്റ്റബിൾ മഞ്ജു, മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ TV-യിൽ. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഡേ നമ്മൾ രണ്ടുപേരും പിന്നെ നമ്മുടെ ചാനൽ ക്രൂ ഭയങ്കര നല്ല രീതിയിൽ അവരെടുത്തു. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്സ് ഒക്കെ
ഒരുപാട് ടൈം എടുത്ത് ഓരോ ഷോട്ടും എടുക്കാൻ ഞങ്ങൾ നോക്കി. സീരിയലിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് ഇത്ര സീൻസ് എടുക്കണം, ഇത്ര മിനിറ്റ്സ് നമുക്ക് കൊടുക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടാവും പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങനെ ഒരു ക്രൂവിന്. അപ്പം നമുക്ക് ആ ഒരു പ്രഷർ നമുക്കും ഉണ്ടാവും, ഇത്ര സീൻസ് തീർക്കാനുണ്ടല്ലോ, അപ്പം നമ്മൾ അത്രയും ടൈം നിൽക്കേണ്ടി വരും. പ്രൊമോയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റിലാക്സ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം ഔട്ടായ പ്രൊമോയൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ ഒത്തിരി ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ വരുന്നത് വരെ ഞങ്ങൾ റീടേക്സ് പോയിട്ട് പല കാര്യങ്ങളും സെറ്റൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് തോന്നിയത് പ്രൊമോയ്ക്കാണ്. നിങ്ങൾ രണ്ടുപേരും കുറേ സീരിയൽസിന്റെ പാർട്ടായിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സീരിയൽ വർക്ക് കണ്ടിട്ട് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? നമുക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്യാനും നമ്മുടെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ശരിക്കും ഫീൽഡാണ് സീരിയൽ എന്ന്. നമുക്ക് പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന മേ ബി ഒരു 1 വീക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് നമുക്ക് അറിയാൻ പറ്റും, അത് നമുക്ക് മിക്കവാറും ടി വിയിൽ വരും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് സെൽഫ് ഇംപ്രൂവൈസേഷൻ ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്തുള്ള അല്ലാതെ ഒരു മൂവി പോലെ നമുക്ക് ഇത്രയും മാസം വെയിറ്റ് ചെയ്ത് അത് വന്ന് പിന്നെ നമുക്ക് ആ ക്യാരക്ടറിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല വൺസ് അത് റിലീസായി കഴിഞ്ഞു. പക്ഷേ സീരിയലിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ പിടിക്കുന്നതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി ആ ക്യാരക്ടറിൽ അത് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സീരിയൽസിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മൾ കണ്ട് അനലൈസ് ചെയ്ത് നമുക്ക് അതിനകത്തുള്ള കറക്ഷൻസ് എപ്പോഴും ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ അത് ഈ കോസ്റ്റ്യൂം ഇട്ട് ആദ്യമായിട്ട് കണ്ടപ്പം എന്താണ് തോന്നിയത്? പോലീസാണെന്ന് തോന്നി. അല്ല, ഈ ആദ്യമായിട്ടാണല്ലോ പോലീസ് വേഷം. എന്ത് തോന്നി? അല്ല, ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, കോസ്റ്റ്യൂം കംഫർട്ടബിൾ ആയിരിക്കുമെന്ന്. നമുക്കിത് സ്ക്രീനിൽ കാണിക്കേണ്ടതാണല്ലോ. അപ്പം ഞാൻ ഇട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കാര്യമില്ല, ഇത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യണം, എൻ്റെ ക്രൂവിന് അത് സാറ്റിസ്ഫൈഡ് ആവണം. ഞാൻ ക്യാമറയിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ കോൺഷ്യസ് അല്ലാതിരിക്കണം കോസ്റ്റ്യൂമിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആദ്യം ഇട്ടപ്പോൾ. പിന്നെ അത് യൂസ്ഡായി. ഇപ്പോൾ രാവിലെ പോവുക, ഇതെടുത്തിടുക. അത് മാത്രമല്ല, അപ്പം ഈ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് വർക്ക്ഔട്ടും ഫുഡും ഒക്കെ മാനേജ് ചെയ്യേണ്ടി വരത്തില്ലേ? അത് ഇതിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഞാൻ ഫിസിക്കലി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഇതിൽ വന്നപ്പം കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്, കോൺഷ്യസ് ആവേണ്ടി. സ്വാദിക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ വന്ന് ഈ കോസ്റ്റ്യൂം കയറി കഴിഞ്ഞാൽ രാത്രി വരെ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യേണ്ട. നമുക്ക് മിനിമം ഒരു 10-12 സീന് മിനിമം എന്തായാലും നമുക്ക് എടുക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ 2 സീനൊക്കെ കഴിഞ്ഞ് നമുക്ക് എനിക്കൊക്കെ വരുമ്പം ജോണി കോസ്റ്റ്യൂം ചേഞ്ച്, നമ്മൾ പോവുക കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക വരും. അപ്പോഴെല്ലാം സ്വാതി ഒരേ കോസ്റ്റ്യൂം ടച്ച് ചെയ്യുക, അവിടെ ഇരിക്കുക. ആ ഒരു അതൊരു ബെനിഫിറ്റ് ആണ് സീരിയലിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം 8 ഡ്രസ് ചേഞ്ച് ചെയ്യണം, 10 എണ്ണം ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ സീൻ. അപ്പൊ ഇതായപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിലാക്സ് ഉണ്ട്. ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഓടി തളർന്ന് വരാൻ നേരത്തെ സ്വാതി അവിടെ ഉടനെ ഒരു യൂണിഫോം ആക്കേണ്ട, യൂണിഫോം വേണമെന്ന് തോന്നുന്നുണ്ടോ? യൂണിഫോം ഒരു ജോഡി അല്ലേ, ഒരു ജോഡി അതിന്റെ അത്രേ ഉള്ളൂ. യൂണിഫോം ഒരു ജോഡിയുള്ളൂ ഉള്ളെന്നാണ് അതിൽ തന്നെ വീട്ടിൽ പോകും, അതിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരും. കാരണം ലേറ്റ് നൈറ്റ് വരെ സെറ്റിൽ വരെ കിടന്നുറങ്ങാൻ പറ്റുന്ന സൗകര്യമുണ്ട്. കാരണം കോസ്റ്റ്യൂം ചേഞ്ചിൽ വേറെ ഒന്നുമില്ല, അവിടെ തന്നെ നിങ്ങൾ രണ്ടുപേരും മഞ്ജു ആയിട്ടും ഗിരിയായിട്ടും ഇതിന്റെ ഈ സീരിയലിനെ പറ്റി ഒന്ന് സംസാരിക്കൂ. അതായത് ഞങ്ങളുടെ സീരിയൽ വരുന്നുണ്ട്, പ്രേക്ഷകരോട് ഒന്ന് സംസാരിക്കുമോ? നമ്മളായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നമ്മളായിട്ട് പറയുന്നതാണ് അതിന്റെ ഒരു വൃത്തി. ഓക്കെ, എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്, മെയ് 6-ാം തീയതി മുതൽ 8:30 നമ്മുടെ സ്വന്തം സൂര്യ TV-യിൽ എല്ലാ ദിവസവും കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ടും ഒരു പാവം ഗുണ്ടഗിരിയായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാ വീട്ടമ്മമാരും വീട്ടുകാരും എല്ലാവരും ഒരു നല്ല ടൈമാണ്, നല്ലൊരു പ്രൈം ടൈമാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ബിഗിനിങ് മുതലേ ഉള്ള എപ്പിസോഡ്സ് കാണണം, മിസ് ചെയ്യരുത്. ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഈ ഒരു 10-15 എപ്പിസോഡ്സിനകത്ത് വരുന്നുണ്ട് ബിഗിനിങ്ങിൽ. അപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ ക്യാരക്ടേഴ്സിനെ ഒന്നും രജിസ്റ്റർ ആവില്ല, മനസ്സിലാവില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആരാണ് എന്തിനാണ് വരുന്നത് എന്നുള്ളൊരു പേർപ്പസ് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബിഗിനിങ്ങിലേ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടും. എസ്പെഷ്യലി ഒരു സീരിയലിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ തന്നെ മേ ബി ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ബിഗ് ക്യാൻവാസ് ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഒരു വലിയൊരു പ്ലോട്ട് വളരെ വലുതാണ്. സ്റ്റോറി ലൈനെല്ലാം ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആദ്യം മുതലേ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും, അതിലായിട്ട് കണക്റ്റഡ് ആവും, ആ ക്യാരക്ടേഴ്സുമായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും.
ചേട്ടാ ഇത്രയും നാളും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് ഗിരിക്കുള്ളത്? എന്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാവം ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലവനായ ഉണ്ണിയും ദുഷ്ടനായ ഒരു ക്രൂരൻ ക്യാരക്ടറും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്നാൽ വളരെ ബോൾഡായിട്ട് വളരെ റഫായിട്ടുള്ള നല്ലവനായ ഉണ്ണി അതാണ്. അതായത് ഗിരി ഇങ്ങനെ ഒരു നല്ലവനായ ഉണ്ണിയിൽ ഒതുക്കണോ അല്ലേ? അല്ല മറ്റതിൽ അങ്ങനെ ഒരു നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒട്ടും റഫല്ല, വളരെ പാവമാണ്. ഒരു അടി കിട്ടിയാലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനപ്പുറം വേറെ സംഭവമില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഒരെണ്ണം കിട്ടിയാൽ 10 കൊടുക്കും. എന്നാൽ അതിനൊരു റീസൺ ഉണ്ടാവും. സ്ട്രെയിറ്റ് ആയിട്ട് വളരെ നേരായ കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗിരി. ഗിരിക്ക് ബേസിക്കലി കാക്കി ഇട്ടിട്ടുള്ള കാക്കി ധാരികളോടെ ഇഷ്ടമല്ല, കാക്കി എന്ന് പറയുന്ന യൂണിഫോമേ ഇഷ്ടമല്ല. അതിനൊരു റീസൺ എല്ലാത്തിനും റീസൺ ഉണ്ടല്ലോ. ആദ്യം തൊട്ട് എല്ലാ എപ്പിസോഡും 2 മിനിറ്റ് പോലും മിസ് ചെയ്ത കണ്ടാലേ കഥ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് 2 മിനിറ്റ് മിസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ ഒരു എപ്പിസോഡ് മിസ് ചെയ്താൽ ചിലപ്പം കണക്ഷൻ വിട്ടുപോകും. 2 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല. ചേട്ടന് ഇതിനകത്ത് സ്റ്റണ്ടോ ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു? അല്ലല്ല, നമ്മൾ ഫുൾ മാസാണ്. നമ്മളിങ്ങനെ പറയുമ്പോ കൈ കാണിച്ചാൽ മതി, അടി ഇടിയൊന്നുമില്ല. അതൊക്കെ ചോട്ട ആളുകൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. സ്വാതി പറഞ്ഞു ഒരുപാട് കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്ന ആളാണെന്ന്. അപ്പം ആസ് എ പോലീസ് ഓഫീസർ ക്യാരക്ടർ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് എന്തിലായിരിക്കും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുന്നത്? ഇതിലേക്ക് എനിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. റൈറ്ററും പ്രൊഡ്യൂസറും ചാനൽ ഒരു നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വേണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ശിക്ഷയൊക്കെ കുറച്ച് കൂട്ടണം. എന്തിന്റെ ശിക്ഷ? ഇല്ല, ഒരുപാട് ക്രൈംസ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ക്രൈംസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ പ്രോപ്പറായിട്ടുള്ള ശിക്ഷകൾ വരാൻ ഒരുപാട് ടൈം എടുക്കുന്നത് പോലെ എനിക്കൊരു സാധാരണ ഒരു ആളെന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ നടന്നാൽ നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. ഈ പേടിയുള്ള മഞ്ജു ഉടനെ തന്നെ ആൾക്കാർ പേടിക്കുന്ന ഒരു മഞ്ജു ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കുറച്ച് അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് ഫൈറ്റ്സ് ആണെങ്കിലും കുറച്ച് ആക്ഷൻ സംഭവങ്ങളൊക്കെ വരണം എന്ന്. പക്ഷെ അത് നമ്മുടെ ഫാമിലി ഓഡിയൻസിന് കൺവേ ആവുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും അവരിനി കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. അപ്പം നമ്മളാണെങ്കിൽ ഒരു ലോങ് ടേം സീരിയൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ അവൈലബിൾ ആയിരിക്കണം ഫോർ എ വെരി ലോങ് ടൈം. അപ്പം നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, എഫേർട്സ് എന്തൊക്കെയാണ്? ഇതിൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൊടുത്തിരിക്കുന്ന 15-20 ഡേയ്സിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ആ 15 ഡേയ്സിൽ നമുക്കൊരു കറക്റ്റ് ഡേറ്റ്സ് പോലും സംടൈംസ് അവർക്ക് തരാൻ പറ്റില്ല. അത് അവരുടെ കുറ്റമല്ല. കാരണം ഇത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് 7 ഡേയ്സും ടെലികാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ മൺഡേ ടു സൺഡേ നമുക്ക് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അപ്പം മന്ത്ലി 31 ഉണ്ടെങ്കിൽ ആ 31 ഡേയ്സും നമുക്ക് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും എപ്പിസോഡ്സ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് 1 ലൈൻ കൊടുക്കുക, അങ്ങനെ കുറേ പ്രോസസ്സ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ അത്ര ഈസി അല്ല സീരിയൽ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് കുറേ പേർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും, ചുമ്മാ നിന്ന് കാണിക്കുന്നത്. അങ്ങനെയല്ല. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കഷ്ടപ്പാടാണ്, ഒരാളുടെയോ 2 പേരുടെയോ അല്ല. ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഒരു സീരിയലിൽ ഒരു ഷോട്ട് പുറത്ത് വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സീൻ പുറത്ത് വരിക എന്ന് പറയുന്നത്. ചിലപ്പം നമ്മൾ സീരിയലിൽ കാണുന്ന ഒരു സീൻ ചിലപ്പോൾ 4 ദിവസം ഷൂട്ട് ചെയ്തതായിരിക്കും, ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്തതായിരിക്കും, 5 ഏരിയാസിൽ ഷൂട്ട് ചെയ്തതായിരിക്കും. അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റോ ഫിക്സഡ് ടൈമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 20 ഡേയ്സിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ ഫിസിക്കലി നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വരും. എന്തെങ്കിലും പനി അങ്ങനെയൊക്കെ വന്ന എക്സ്ട്രീം സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ പറ്റില്ല, എനിക്ക് വയ്യ എന്ന് നമ്മൾ പറയുള്ളൂ. മാക്സിമം നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. കാരണം ഒരു 50 പേര് ഇതിന് വേണ്ടിയിട്ട് ഡെയിലി അവിടെ ഉണ്ടാവും. ആ 50 പേരുടെയും കൂടെ ടൈം നമ്മൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിരിക്കും ആ ഒരു 15-20 ഡേയ്സ്. അങ്ങനെയാണ് പോകുന്നത്. ഫാമിലി ട്രിപ്പ് ഒന്നും കമ്മിറ്റ് ചെയ്യില്ല. ബർത്ത്ഡേ, കല്യാണം, ഒരു പരിപാടിക്കും വരാമെന്ന് ആരോടും ഉറപ്പ് കൊടുക്കില്ല. സിനിമകൾ ചെയ്തിരുന്നതാണ്. പല സുഹൃത്തുക്കൾക്ക് അടുത്ത പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കണമെന്നുള്ള കാര്യങ്ങൾ ആരോടും ചോദിക്കില്ല. കാരണം ചോദിച്ചിട്ട് എടാ ഒരു കാര്യം ചെയ്യും, അടുത്ത 15 മുതൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വർക്കുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടൈം പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി സീരിയലിൽ മിനി സ്ക്രീനിൽ ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഒരു ഇനോഗ്രേഷനോ എന്ത് വിളിച്ചാലും ഓക്കെ എന്ന് പറയില്ല, നോക്കാം, ഒരാഴ്ച മുന്നേ കറക്റ്റ് കൺഫേം പറയാം. ഇത് ഇത്രയാണ് ബേസിക് സ്റ്റെപ്സ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് കോസ്റ്റ്യൂം എടുക്കാനായിട്ട്
1-2 കട നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കടയുണ്ടാവും. കൊല്ലാബ് കിട്ടില്ല ചേട്ടാ? കൊല്ലാബൊക്കെ കൊളാബിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ, കാരണം ഒരു ദിവസം 10-12 ഡ്രസ്സ് മാറണം, അവർ മുടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമുക്കത് നടക്കില്ല. ഓക്കെ. അപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് വരുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് സ്റ്റെപ്സ് ഞാൻ എടുക്കും. അപ്പം ചേട്ടന് ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും? ഉണ്ട്. ഞാൻ ഫ്ലാറ്റിലാണ്. ഇപ്പോൾ പുറത്ത് ഒരു വാർഡ്രോബും വെച്ചിട്ടുണ്ട്, അതിലും ഡ്രസ്സ് ഉണ്ട്. ഫ്ലാറ്റിൻ്റെ പുറത്ത് അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അല്ല, ഞാൻ ശരിക്കും സത്യമായിട്ട് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് സീരിയൽ ചെയ്ത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പം ധന്യയുടെ ഉണ്ട്, ഒരു സീരിയലിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത്രയും കോസ്റ്റ്യൂംസ് ഉണ്ടാവും. അത് മാറ്റി നമുക്ക് അത് അല്ലാതെ ചുമ്മാ ഇടാനായിട്ട് പറ്റുന്നതല്ല, ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തതല്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കി അത് മാറും. സോ ചേട്ടന് ഹ്യൂജ് ഡ്രസ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നവ്യ നായർ ആണെങ്കിൽ സാരിയൊക്കെ വിൽക്കാൻ തുടങ്ങി, അതേപോലെ ചേട്ടനും ഇനി ഭാവിയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ തൂക്കി വിൽക്കേണ്ടി വരും. അതാണ്, ഓരോന്നോരോന്നായിട്ട് എടുത്ത് വിൽക്കാൻ പറ്റില്ല, തൂക്കി വിൽക്കേണ്ടി വരും. ഓക്കെ. സാധാരണ ഈ സീൽ സ്വാധിക്കുണ്ടോ നല്ല കളക്ഷൻ? അത്യാവശ്യം. നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ എന്താണ് ചെയ്യുന്നത്? കുറേ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കുറേ പേർക്ക് കൊടുക്കും. ഓക്കെ. സാധാരണ നമ്മൾ സീരിയലിനകത്തേക്ക് ഈ അമ്മായിമ്മ പോരൊക്കെയാണ് കാണുന്നത്, അമ്മായിമ്മ മരുമോള് പോര്, അങ്ങനെ. ഇപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്തുനിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണോ നിങ്ങളുടെ സീരിയൽ കോൺസ്റ്റബിൾ മഞ്ജു? മാരേജേ പ്ലാൻ ചെയ്തില്ല, പിന്നെയാണ് എക്സ്ട്രാ മാരിറ്റൽ. കാരണം ഗിരി മഞ്ജു തമ്മിൽ യാതൊരു ഇടപാടും ഇല്ല സോഫാർ. ഇനി ഗിരി മഞ്ജുവിനെ കല്യാണം ശത്രുതയുണ്ട്. ശത്രുത അതൊരു ബന്ധമാണോ? അല്ല. അപ്പോൾ ഒരു രീതിയിൽ ശത്രുത അതുണ്ട്. പക്ഷെ അല്ലാതെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതുവരെ തീരുമാനമായില്ല. ഇഷ്ടമില്ലല്ലോ, കാരണം ഗിരിക്ക് ഈ യൂണിഫോം ഇട്ട ആളുകളെ കാണുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ കല്യാണം കഴിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി കല്യാണം കഴിച്ച് വന്നാൽ അടിപൊളിയായിരിക്കും. അഞ്ജു ചേച്ചിയാണ് എൻ്റെ അമ്മയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിനിമകളിലൂടെ എല്ലാം അറിയാവുന്ന അഞ്ജു ചേച്ചിയാണ്. അപ്പോൾ ആ വീട്ടിലോട്ടായിരിക്കും വരുന്നത്. വന്നാ മതി, ശരിയാക്കി തരാം. ഇത്രയും നേരം നമ്മള് മഞ്ജുനെയും ഗിരിയെ പറ്റിയാണ് സംസാരിച്ചത്. അവിടുത്തെ വേറെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ശരിക്കും നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരുണ്ട്. സന്തോഷ് ചേട്ടൻ ഇതിനകത്തൊരു ശക്തമായ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂട്ടിക്കൽ ജയചന്ദ്രൻ, പുള്ളിയുടെ ചേട്ടൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ സീൻസൊക്കെ എഡിറ്റ് ചെയ്ത് കാണുകയും ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഞ്ജു ചേച്ചി, മറ്റ് മാളും ഉണ്ട്, ഇത് സ്വാതിയുടെ അനിയത്തിയായിട്ട്. പിന്നെ ബ്രദർ, എൻ്റെ ഫാമിലിയിൽ ബ്രദർ, സിസ്റ്റർ, ഞാൻ, അച്ഛൻ, ഞങ്ങൾ 4 പേരാണ്. ബിഗ് ഫാമിലി അല്ലേ? ബിഗ് ഫാമിലി എന്ന് പറയാം. അതെ, ബിഗ് ഫാമിലി. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാമുകിയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇതുവരെ ഇപ്പോഴും എഴുതുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ വേണ്ട പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അതെങ്ങനെ മാറുമായിരിക്കും. സ്വാതി ചെയ്യുന്ന ക്യാരക്ടറിൽ തന്നെ ഒരു സീരിയൽ വരികയാണ്. അപ്പം എന്താണ് എക്സൈറ്റ് ആദ്യം കേട്ടപ്പോൾ, അതായത് ഈ പേര് കേട്ടപ്പോൾ തന്നെ എന്താണ് തോന്നിയത്? ശരിക്കും ആദ്യം ഞങ്ങളുടെ ടൈറ്റിൽ ഇങ്ങനെ ആയിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു ടൈറ്റിൽ നോക്കിയിട്ടല്ല ഇതിൽ കമ്മിറ്റ് ചെയ്തത്. ഇതിൽ എനിക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, എനിക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ ഒരു യൂണിഫോം ഇട്ട് സ്ക്രീനിൽ വരിക എന്നുള്ളൊരു ഇത് മാത്രമാണ് എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തത്. പിന്നെ സ്റ്റോറി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ആ ഒരു പാറ്റേൺ അല്ലാതെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഹീറോയിൻ കോമ്പിനേഷൻ ആണെങ്കിലും ഹീറോയിൻ ഫാദർ കോമ്പിനേഷൻ ആണെങ്കിലും അതിലെല്ലാം നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അതാണ് കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ ഇത് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു സർപ്രൈസ് ആയിരുന്നു. ഇതിങ്ങനെ ഇങ്ങനെയാണ് പേരെന്ന് കേട്ടപ്പോൾ ഒന്ന് സർപ്രൈസ്ഡ് ആയി. ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദി ഗെയിം. നോ, സോ അങ്ങനെ അത്രേ ഉള്ളൂ. അത് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ഒന്നും അല്ല, നല്ലതാണല്ലോ, അത്രേ ഉള്ളൂ. അതെ, ഉടനെ കേരളക്കര മൊത്തം മുഴങ്ങാൻ പോകുന്ന കോൺസ്റ്റബിൾ മഞ്ജു. അങ്ങനെ ആവട്ടെ. അപ്പം കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് സീരിയലിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമോ? അല്ല, കോൺസ്റ്റബിൾ മഞ്ജു എന്നല്ല, എനിക്ക് പറയാനുള്ള ഇതാണ്, ആദ്യം മുതലേ കാണുക, ഓരോ എപ്പിസോഡ് മിസ് ചെയ്യാതെ. എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ ടെലികാസ്റ്റിംഗ് ഉണ്ട്. 8:30 ആണ് ടൈം. May 6th മൺഡേ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും മറക്കാതെ കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ട് എപ്പിസോഡ്സ്, ഇൻസ്റ്റയിലുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കുക. ഞങ്ങൾ എന്തൊക്കെ കറക്ഷൻസ് വേണമെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണെങ്കിലും ഡെയിലി എപ്പിസോഡ്സ് കണ്ടിട്ട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങളെ ക്രൂ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക.
ഞങ്ങളുടെ കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. സോ മറക്കണ്ട, എല്ലാ ദിവസവും അതായത് തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ സൂര്യ ടിവിയിൽ 8:30 മെയ് 6 നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു ഗിരിയേട്ടനും വരുന്നതാണ്. മറക്കണ്ട, സൂര്യ ടിവിയിൽ കോൺസ്റ്റബിൾ മഞ്ജു. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. ഭയം വെടിഞ്ഞ് എതിരാളിക്ക് ഒരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30.